എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിമും കേരളത്തിലെ ക്രിസ്ത്യാനിയും അവരുടെ സമുദായത്തിൻ്റെ പണം വിദേശത്ത് പോകുന്നവരായിക്കോട്ടെ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മറ്റ് കരാർ പണിക്കാരായിക്കോട്ടെ, മറ്റ് കച്ചവട വ്യാവസായിക മേഖലയിൽ നിൽക്കുന്ന ആയിക്കോട്ടെ, മറ്റു രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, അവരെല്ലാം ചെയ്യുന്നത് എന്താണ്? അവരിലേക്ക് വരുന്ന പണം അവരുടെ സമുദായത്തിലേക്ക് ഇറക്കുകയും അവരുടെ സമുദായത്തിൻ്റെ കീഴിൽ നടക്കുന്ന പല കച്ചവട സ്ഥാപനങ്ങളും പല കച്ചവടങ്ങളും അവരെന്ത് ചെയ്യും? അവരുടെ സമുദായത്തിൻ്റെ പങ്കുറപ്പിക്കുകയും അവരുടെ സമുദായത്തിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അവർ സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന പണം അവരുടെ സമുദായത്തിൽ ഉണ്ടാകണമെന്ന് നിഷ്കർഷിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. എന്നാൽ ഹിന്ദു മതത്തിൽ അങ്ങനെയാണോ? ഇസ്ലാം മതത്തിൽ നമുക്കറിയാം മുജാഹിദീനുകൾ, സുന്നികൾ, അങ്ങനെയൊക്കെ പറയുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. പക്ഷേ അവരുടെ വിഭാഗങ്ങളിൽ അവരെന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക ക്രയവിക്രയത്തിൽ അവർ ആ വിഭാഗീയത കാണിക്കാറില്ല. അത് ക്രിസ്ത്യാനികളിലും അങ്ങനെയാണ്. ഇപ്പോൾ ഗ്രാനായക്കാർ മാത്രമേ ഉള്ളൂ അവർ കല്യാണം കഴിക്കുമ്പോൾ ഗ്രാനായക്കാരെ മാത്രമേ കല്യാണം കഴിക്കാറുള്ളൂ. പക്ഷേ സാമ്പത്തിക ക്രയവിക്രയം വരുമ്പോൾ അവരുടെ പണം അവരുടെ സമുദായത്തിൽ ചെലവഴിക്കുന്നതിന് അവരുടെ സമുദായത്തിൽപ്പെട്ട വിദ്യാഭ്യാസമുള്ളവരെയും രോഗാതുരരായിട്ടുള്ള ആളുകളെയും അവരൊക്കെ രക്ഷപ്പെടേണ്ട ആ സാഹചര്യത്തിൽ അവരവരുടെ മതത്തെ സഹായിക്കുന്നുണ്ട്, അവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നുണ്ട്. ഈ മതത്തിൽ ഹിന്ദു മതത്തിൽ വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും സ്വർണവും വജ്രവും വാഹനങ്ങളും സ്ഥാപനങ്ങളും ഉദ്യോഗങ്ങളുമുണ്ട്. ഹിന്ദു മതത്തിലെ ന്യൂനപക്ഷം വരുന്ന, ഹിന്ദു മതത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന നായരും ബ്രാഹ്മണരും മാത്രമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം, ഹിന്ദു മതത്തിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈഴവനും മറ്റ് പിന്നോക്കക്കാരും SC/ST-കളുമാണ്. ഗുണഭോക്താക്കൾ ആരാണ്? ഹിന്ദു മതത്തിൻ്റെ ഈ സമ്പത്തിൻ്റെ, ഈ സ്ഥാപനങ്ങളുടെ, ഈ സ്വർണത്തിൻ്റെ, ഭൂമിയുടെ ഒക്കെ അധികാരികൾ, അവകാശികൾ ആരാണ്? ഹിന്ദു മതത്തിൽപ്പെടുന്ന ഈ പുലയനും പറയനും ഈഴവനും ഒക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണോ? ഗുണഭോക്താക്കളല്ല. ദേവസ്വം ബോർഡിൽ ഉദ്യോഗം നോക്കാം, ദേവസ്വം ബോർഡ് നിയമനങ്ങൾ നോക്കാം. നിങ്ങൾ എവിടെ പരിശോധിച്ചോ? കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, നിങ്ങൾ എവിടെ പരിശോധിച്ചോ? ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടാണ്. എന്നാൽ ഈ ജാതി വിവേചനം മറ്റു മതങ്ങൾ പുലർത്താത്തത് അവരുടെ സമുദായത്തിലെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് അവസരമൊരുക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കണം, അവരുടെ സമുദായത്തിൽ ഒരാളിനെ ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ, ഒരാളിനെ ചികിത്സിക്കാൻ സാമ്പത്തിക സഹായം വേണമെന്ന് പറയുമ്പോൾ ആ മതത്തിലെ വിവിധ ആളുകൾ ലക്ഷങ്ങളും കോടികളുമാണ്. 5 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അവർ കളക്ട് ചെയ്യുന്നത് 5 കോടി രൂപയാണ്. ഇവിടെ നിങ്ങളൊരു പട്ടികജാതിക്കാരൻ്റെ നിങ്ങൾ നോക്കിക്കേ, അങ്ങനെ നിട്ടാൽ 50 ലക്ഷം രൂപ സമാഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല. കേരളത്തിൽ ആയിരക്കണക്കിന് 10,000 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ഭണ്ഡാരം പൊട്ടിച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന, എന്തിന് വേറെ ഒന്നും പോകണ്ട, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെയും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും മാത്രം ഫണ്ട് എടുത്താൽ മതി. കേരളത്തിലെ മുഴുവൻ പട്ടികജാതി ആദിവാസി വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും വീടും ഉദ്യോഗവും സമ്പത്തും എല്ലാം ഉണ്ടാകും. എന്നാൽ മുസ്ലിമിൻ്റെ അക്കൗണ്ടിൽ വീഴുന്ന പണം, അവൻ്റെ പള്ളിയിൽ വീഴുന്ന പണം, ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ വീഴുന്ന പണം അവൻ്റെ സമുദായത്തിൽ വീട് വെക്കാൻ കൊടുക്കും, അവൻ്റെ ഉദ്യോഗത്തിന് പൈസ കൊടുക്കും, അവന് വിദേശത്ത് പോകാൻ പണം കൊടുക്കും, അവൻ്റെ ചികിത്സയ്ക്ക് പണം കൊടുക്കും. പക്ഷേ ഇവിടെയോ?